താമയുടെ വാക്ക് കേട്ട് വന്ന സഹോദരിയെ തല്ലി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, സഹോദരി നല്ല രീതിയിൽ തന്നെ അലീനയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അതായത് റീത്താമ്മയാണ് ഇപ്പോൾ മഴ തോരും മുമ്പേലെ പ്രധാന വില്ലത്തി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. റീത്താമ്മയാണ് ഇപ്പോൾ കുറച്ച് എപ്പിസോഡുകളായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഡെയിലി റീത്താമ്മയുടെ പേര് പറയാത്ത ഇപ്പോൾ ഒരു എപ്പിസോഡും ഇല്ല എന്ന് കാണാം. അങ്ങനെ റീത്താമ്മ തങ്ങളുടെ ആധിപത്യത്തിനായി, സ്വത്തുക്കളുടെ ആധിപത്യത്തിനായി സ്റ്റാലിന് നേരെ പടയൊരുക്കാനായിട്ട് തൻ്റെ സഹോദരിയുടെ മക്കളെ ഉപയോഗിക്കുകയാണ്. സഹോദരിയാണെങ്കിൽ, മക്കളുമാണെങ്കിൽ റീത്താമ്മയുടെ കീഴിൽ അകപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ റീത്താമ്മ പറയുന്നതെല്ലാം വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരു ശീലമാണ് അവർക്കുള്ളത് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്താമ്മയാണെങ്കിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ പപ്പ ഒരു പെരുങ്കള്ളനാണെന്നും അവനെ പോലത്തെ ഒരു നുണയനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്നും പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അവൻ്റെ ഈ മകളെ ഇറക്കി ഓട്ടിക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ അത് ഞങ്ങളെക്കൊണ്ട് കഴിയോ, അതിന് പപ്പ ഞങ്ങളെ അവിടെ കയറ്റിയാൽ തന്നെ അവളെ ഓടിക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുമോ, ഞങ്ങളെക്കൊണ്ട് സമ്മതിപ്പിക്കുമോ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. ഇതേ സമയം നിങ്ങൾ സ്റ്റാലിനെ സ്നേഹിക്കുന്ന മാതിരി അഭിനയിച്ച് അവളെ പുറത്താക്കണം എന്ന് പറയുന്നു. നിങ്ങളോട് സ്റ്റാലിന് എന്തായാലും ഒരു സ്നേഹമൊക്കെ ഉണ്ടാകേണ്ടതാണ്. കാരണം നിങ്ങൾ പപ്പയുമായിട്ട് അകന്നിരിക്കുകയുള്ളൂ. പെട്ടെന്ന് ചെല്ലുമ്പോൾ സ്റ്റാലിൻ ചിലപ്പോൾ നിങ്ങളെ സ്നേഹിക്കാനായിട്ട് വഴിയുണ്ട് എന്ന് പറയുന്നു. ആ മുഖേന നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അലീന എന്ന ആ കാപട്യക്കാരിയെ പുറത്താക്കാൻ കഴിയുമെന്ന് റീത്താമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് കാണാം. എൻ്റെ റീത്താൻ്റി, അതൊക്കെ വലിയ പുലിവാലാവില്ലേ? ഞങ്ങൾ ചെല്ലുമ്പോൾ തൊട്ട് അവിടെ യുദ്ധം തുടങ്ങില്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ചെല്ലുമെന്നും യുദ്ധം തുടങ്ങാൻ വഴിയില്ല. ഞാനൊക്കെ പോവുകയാണെങ്കിൽ മാത്രമേ യുദ്ധം തുടങ്ങുകയുള്ളൂ എന്ന് പറയുന്നു. അല്ലാത്ത പക്ഷം സ്ഥലം വളരെയധികം ശാന്തമായിരിക്കുമെന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് സുഗമമായി തന്നെ കാര്യങ്ങൾ നേടിയെടുക്കാനും കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാക്കാനും സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ മോളാണെങ്കിൽ ശരി പറയുകയാണ്. അതായത് അലീനയ്ക്കെതിരെ നിൽക്കാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം അലീന പറയുന്നുണ്ട്, അലീനയിലെ റീത്ത പറയുന്നുണ്ട്, സന്തോഷം എങ്കിൽ നിങ്ങൾ അധികം വൈകാതെ തന്നെ പുറപ്പെടാനായിട്ട് നോക്കിക്കോളൂ. അധികം അവളെ അവിടെ നിർത്തുന്നത് വളരെയധികം അപകടമാണ്, ആപത്താണ്. അവളും നിങ്ങളുടെ പപ്പയും കൂടുതൽ ഒന്നിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയൊരു പ്രതിസന്ധിയായി മാറും, വലിയൊരു പ്രശ്നമായി മാറുമെന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരെ റീത്ത വിടുന്നത് എന്ന് കാണാം. അങ്ങനെ റീത്ത തുന്തിത്തള്ളി അവരെ സ്റ്റാലിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. ഇവിടെയാണെങ്കിൽ പ്രതീക്ഷിക്കാതെ സ്റ്റാലിനെ വിളിച്ച് റീത്ത പറയാണ്, നിൻ്റെ മക്കൾ നിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കുറച്ച് ദിവസം നിൽക്കാനായിട്ട് എന്ന് പറയുന്നു. അപ്പോൾ തന്നെയാണെങ്കിൽ സ്റ്റാലിന് കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്തോ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട്
റീത്ത കളിച്ച കളിയാണെന്ന് സ്റ്റാലിന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മക്കൾ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് വരുന്നതെന്ന് സ്റ്റാലി തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ മക്കൾ വരുന്ന കാര്യമാണെങ്കിൽ ആൻ്റപ്പനോടും പൗലോസിനോടും ഒക്കെ സന്തോഷത്തിലാണ് പറയുന്നത് കേട്ടോ. കാരണം റീത്തയില്ലാതെ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ വന്ന് നിൽക്കുകയാണല്ലോ മക്കൾ. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ വന്ന് കയറുമ്പോൾ തന്നെ അലീനയുമായിട്ട് മത്സരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് കാണാം. ഇതേ സമയം സ്റ്റാൻലി ഒരു പ്രാവശ്യം പറയുന്നുണ്ട്, ആവശ്യമില്ലാതെ അലീനയായിട്ട് മത്സരിക്കാനായിട്ട് നിൽക്കണ്ട, നിങ്ങളെ പരാജയപ്പെട്ട് പോവുകയുള്ളൂ. ഞാൻ എന്ത് സംഭവിച്ചാലും അവളുടെ കൂടെ നിൽക്കുകയുള്ളൂ. എനിക്ക് എൻ്റെ മോളെ ഒറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങളോ എന്ന് പറയുമ്പോൾ, നിങ്ങൾ ഇത്ര നാൾ എൻ്റെ കൂടെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാനില്ലേലും ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അല്ലെങ്കിൽ ഇത്ര കാലമായിട്ട് നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചേനില്ലേ, പപ്പ എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചേനില്ലേ. ഇത് രണ്ടും ചെയ്യാത്ത പക്ഷം അലീന തന്നെയാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മോളും ഒന്നാം സ്ഥാനക്കാരിയുമെന്ന് സ്റ്റാൻലി പറഞ്ഞു വയ്ക്കുകയാണ്. അവർക്കെതിരെ എന്തിനു പോയാലും എന്നെ നേരിടേണ്ടി വരുമെന്നും സ്റ്റാൻലി പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സഹോദരി വന്നിരിക്കുന്നത് അലീനയോട് യുദ്ധം ചെയ്യാൻ തന്നെയാണ്. ഇതേ സമയം തല കുനിച്ച് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്നു. എനിക്ക് പപ്പയുടെ മോളെ കാണണമെന്ന് പറയുന്നു. തുടർന്ന് ഉദ്ദേശമൊക്കെ പറയുന്നുണ്ട് എന്ന് കാണാം. ഓപ്പണായി പറയുന്നതുകൊണ്ട് തന്നെ സ്റ്റാൻലി അലീനയുടെ കൂടെ നിൽക്കുകയും നിനക്ക് പൊരുതണമെങ്കിൽ പൊരുതാം, പക്ഷേ ഫൈനൽ ഡിസിഷൻ ഞാനായിരിക്കും എടുക്കുന്നത്. നിനക്ക് ഒരു ഉദ്ദേശമോ ഒരു ഇതോ, അതായത് ഈ വീട്ടിൽ ഒരു കാര്യമോ ഒന്നും നേടിയെടുക്കാനായിട്ട് കഴിയില്ല. വന്ന മാതിരി തന്നെ നീ പുറത്തേക്ക് പോവുകയുള്ളൂ. എൻ്റെ മനസ്സിലൊരു സ്ഥാനവും നിനക്ക് ലഭിക്കില്ല എന്ന് പറയുന്നു. അലീനെ പുറത്താക്കാനാണ് നീ വന്നതെങ്കിൽ, അല്ല നേരെ മറിച്ചാണ് കാര്യങ്ങൾ. ഈ വീട്ടിൽ നിനക്കും ഒരുപാട് അവസരവും ഒരുപാട് അവകാശവും ലഭിക്കുമെന്ന് സ്റ്റാൻലി പറയുന്നൊരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സഹോദരിയാണെങ്കിൽ പൊരുതാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. റീതാമ്മ പറഞ്ഞതുകൊണ്ടാണ് വന്നത്, അലീനയെ ഓടിക്കാനാണ് വന്നതെന്ന് പറയുമ്പോൾ അലീനയും സ്റ്റാൻലിയും കൂടി സഹോദരിയെ, അതായത് സഹോദരി എന്ന് പറഞ്ഞാൽ നമ്മുടെ അലീനയുടെ സഹോദരി സ്റ്റാലിൻ്റെ മകളെ പൊളിച്ചെടുക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നു.